Voltage surge. A sudden rise in voltage for a very short duration on the power system is known as voltage surge or transient voltage. പവർ സിസ്റ്റത്തിൽ കുറഞ്ഞ സമയത്തേക്ക് പെട്ടെന്ന് വോൾട്ടേജിൽ ഉണ്ടാകുന്ന റൈസിനെയാണ് എന്ത് പറയുന്നത്, ആ വോൾട്ടേജ് ഉണ്ടാകുന്ന ഉയർച്ചയെയാണ് എന്ത് പറയുന്നത്, സർജ് വോൾട്ടേജ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഒരു പവർ സിസ്റ്റത്തിൽ സാധാരണ നോർമൽ വോൾട്ടേജ് ഉണ്ടാവും. അതിന് എന്തെങ്കിലും കാരണം കൊണ്ട് ആ പവർ സിസ്റ്റത്തെ വോൾട്ടേജ് പെട്ടെന്നുണ്ടാകുന്ന ഇൻക്രീസിനെയാണ് എന്ത് പറയുന്നത്, വോൾട്ടേജ് സർജ് അഥവാ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കേസസ് ഓഫ് ഓവർ വോൾട്ടേജ്. ഇങ്ങനെ വോൾട്ടേജ് കൂടാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ഇൻറ്റേർണൽ കേസസ്, സെക്കൻഡ് വൺ എക്സ്റ്റേണൽ കേസസ്. ആ പവർ സർക്യൂട്ടിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എന്തെങ്കിലും തകരാറ് മൂലം ഇങ്ങനെ വോൾട്ടേജ് കൂടാം. അതേപോലെ തന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും കാരണം കൊണ്ടും അവിടുത്തെ ആ പവർ സിസ്റ്റത്തെ വോൾട്ടേജ് കൂടാം. ഇൻറ്റേർണൽ കേസസ് ഉണ്ട്, എക്സ്റ്റേണൽ കേസസ് ഉണ്ട്. ഇൻറ്റേർണൽ കേസസ് എന്ന് പറയുന്നത് സ്വിച്ചിങ് സർജസ്, ഇൻസുലേഷൻ ഫെയിലിയർ, ആർക്കിംഗ് ഗ്രൗണ്ട്, റെസനൻസ്. സ്വിച്ചിങ് ഗ്രൗണ്ട് പെട്ടെന്ന് സ്വിച്ച് ഓൺ ആക്കുക ഓഫ് ആക്കുക പെട്ടെന്നുള്ള അതിന് മൂലം അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെയാണ് സ്വിച്ചിങ് സർജസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻസുലേഷൻ ഫെയിലിയർ കൊണ്ട് അവിടെ ഉണ്ടാകുന്നതിന് ഇൻസുലേഷൻ എന്തെങ്കിലും അതിൻ്റെ ഇൻസുലേഷൻ നഷ്ടപ്പെടുന്നത് മൂലം അവിടുത്തെ വോൾട്ടേജ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇൻസുലേഷൻ ഫെയിലിയർ എന്ന് പറയുന്നത്. പിന്നുള്ളത് ആർക്കിംഗ് ഗ്രൗണ്ട്, ഫേസും ഗ്രൗണ്ടിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആർക്കിംഗ് ഉണ്ടാവുന്ന മൂലം അവിടെ എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് കൂടാനുള്ള കാരണം. അടുത്ത് വരുന്നതാണ് റെസനൻസ്. എക്സ്റ്റേണൽ കേസസ് എന്ന് പറയുന്നത് ലൈറ്റ്നിങ്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ലൈറ്റ്നിങ്ങിനെ കുറിച്ചിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ലൈറ്റ്നിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിമിന്നൽ തുടങ്ങി അതുമൂലം എന്ത് ചെയ്യും, പവർ സിസ്റ്റത്തെ വോൾട്ടേജ് കൂടാൻ കാരണമാകും. പിന്നെ എന്താണ് ലൈറ്റ്നിങ് നോക്കാം. An electric discharge between cloud and earth, between clouds or between the charge centers of the same cloud is known as lightning. നമ്മൾ ഇടിമിന്നൽ ഉണ്ടാവുന്നത് എന്താണ് ഇടിമിന്നൽ എന്നാണ് പറയുന്നത്. എന്താണ് ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ് എന്ത് ഇടിമിന്നൽ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഭൂമിയും മേഘങ്ങളും ഇടയിൽ ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക് ഡിസ്ചാർജിന് എന്ത് പറയാൻ പറ്റും, ലൈറ്റ്നിങ് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ രണ്ട് മേഘങ്ങൾക്കിടയിലുള്ള ഇലക്ട്രിക് ഡിസ്ചാർജിന് എന്ത് പറയാൻ പറ്റും, ഇലക്ട്രിക് ഡിസ്ചാർജിന് ലൈറ്റ്നിങ് എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു മേഘത്തിൽ തന്നെ അവിടെ എന്ത് ചെയ്യണം, ചാർജ് സെൻറ്റേഴ്സ് ഉണ്ടാവും. ആ ചാർജ് സെൻറ്റേഴ്സിനിടയിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് മൂലം എന്തുണ്ടാവാം, ലൈറ്റ്നിങ് സംഭവിക്കാം. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലൈറ്റ്നിങ്. അപ്പോൾ ഈ ലൈറ്റ്നിങ് മൂലം ഈ പവർ സിസ്റ്റത്തിലെ വോൾട്ടേജ് കൂടുകയും അതുപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ലൈറ്റ്നിങ് മൂലം ഉണ്ടാകുന്ന ഓവർ വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർ വോൾട്ടേജിൽ നിന്നും ഡിവൈസുകളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഈ ഇടിമിന്നലിൽ നിന്നും നമ്മൾ ഡിവൈസുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഒന്ന് എർത്തിങ് സ്ക്രീന്, ഒന്ന് ഓവർഹെഡ് ഗ്രൗണ്ട് വയർ, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഓർ സർജ് ഡൈവേർട്ടേഴ്സ്. എർത്തിങ് സ്ക്രീൻ എന്ന് പറയുന്നത് സബ്സ്റ്റേഷനിലൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. റെസിസ്റ്റൻസ് കുറഞ്ഞ മറ്റൊരു വസ്തുവായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു സ്ക്രീൻ ചെയ്തിട്ടുണ്ടാവും, കവർ ചെയ്തിട്ടുണ്ടാവും. ഓവർ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്ത് പോകും. പിന്നെ അത് ഓവർഹെഡ് ഗ്രൗണ്ട് വയർ സിസ്റ്റം, ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. കൂടിയ വോൾട്ടേജ് അതിലൂടെ ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്ത് പോകും. പിന്നെ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഓർ സർജ് ഡൈവേർട്ടേഴ്സ്. നമുക്ക് പഠിക്കാനുള്ളത് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഓർ സർജ് ഡൈവേർട്ടേഴ്സ്. ലൈറ്റ്നിങ് അറസ്റ്റേഴ്സിൻ്റെ മറ്റൊരു പേരാണ് സർജ് ഡൈവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. Lightning arresters. A lightning arrestor or a surge diverter is a protective device which conducts the high voltage surges on the power system to the ground. ഇപ്പോൾ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഈ പവർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന കൂടിയ വോൾട്ടേജിനെ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്ത് വിടുന്നു. അതിലുള്ള ഹൈ വോൾട്ടേജിനെ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. ആ തരത്തിലുള്ള ഡിവൈസിനെയാണ്, അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസിനെയാണ് ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറയുന്നത്. ആ ചിത്രം ശ്രദ്ധിക്കുക. മുകളിൽ കാണിച്ചതാണ് പവർ ലൈൻ സർക്യൂട്ട് പറയുന്നത്. അതിലേക്ക് ഒരു ലോഹ ഇതുണ്ടാവും. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് അതിൽ രണ്ടും വെച്ചിട്ടുള്ളത്. ഒരു നോൺ ലീനിയർ റെസിസ്റ്ററും വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു നോർമൽ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് സ്പാർക്ക് ഗ്യാപ്പ് എന്ന് പറയുന്നത് നോർമൽ വോൾട്ടേജിൽ
അതെന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. അതായത് ആ എയർ ഇൻസുലേഷനെ എന്ത് ചെയ്യില്ല, ബ്രേക്ക് ചെയ്യില്ല. അവിടെ ഒരു ആർക്ക് ഉണ്ടാവില്ല സാധാ നോർമൽ വോൾട്ടേജിൽ. ഇറ്റ് കൺസിസ്റ്റ് എ സ്പാർക്ക് ഗ്യാപ്പ് ഇൻ സീരീസ് വിത്ത് എ നോൺ ലീനിയർ റെസിസ്റ്റർ. നോൺ ലീനിയർ റെസിസ്റ്ററിനും സീരീസ് ആയിട്ട് ഒരു സ്പാർക്ക് ഗ്യാപ്പ് ഉണ്ട്. One end of the diverter is connected to the terminal of the equipment to be protected and other end is effectively grounded. ഡിവൈസിൻ്റെ ഒരു എൻഡ് എന്ത് ചെയ്യുന്നു, ഏത് എക്യുപ്മെൻ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അതുമായി കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റേ എൻഡ് ഗ്രൗണ്ട് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. The length of the gap is so set that normal line voltage is not enough to cause an arc across the gap. അപ്പോൾ അവിടെയുള്ള ആ ഗ്യാപ്പ്, രണ്ട് ലോഹങ്ങളിലുള്ള അവിടുത്തെ സ്പാർക്ക് സാധാ വോൾട്ടേജിൽ സ്പാർക്ക് ഉണ്ടാവില്ല. നോർമൽ വോൾട്ടേജിൽ സ്പാർക്ക് ഉണ്ടാകാത്ത രീതിയിലുള്ള ലെങ്ത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. But a dangerously high voltage will break down the air insulation and form an arc. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഓവർ വോൾട്ടേജ് ഉണ്ടാണെങ്കിൽ ആ രണ്ട് ഗ്യാപ്പിനിടയിൽ എന്ത് ചെയ്യും, ആ എയർ ഇൻസുലേഷൻ ബ്രേക്ക് ആവുകയും അവിടെ ഒരു ആർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഹൈ വോൾട്ടേജ് എന്തെങ്കിലും കേസ് കൊണ്ട് ഹൈ വോൾട്ടേജ് ആ സർക്യൂട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ എയർ എന്ത് ചെയ്യും, ഇവിടെ ഒരു സ്പാർക്ക് ഗ്യാപ്പിലൊരു ആർക്ക് ഫോം ചെയ്യും. The property of the nonlinear resistance is that its resistance decreases as the voltage increases. നോൺലീനിയർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻക്രീസ് അനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഹൈ വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ സ്പാർക്ക് ഉണ്ടാവുകയും അങ്ങനെ സ്പാർക്ക് ഉണ്ടായിട്ട് ആ കൂടിയ വോൾട്ടേജ് ഗ്രൗണ്ടിലേക്ക് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ടൈപ്പ് ഓഫ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്. ഇനി ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ഉപയോഗിക്കുന്ന വസ്തുക്കളെ അതിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ട് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ റോഡ് ഗ്യാപ്പ് അറസ്റ്റർ, സെക്കൻഡ് ഹോൺ ഗ്യാപ്പ് അറസ്റ്റർ, മൾട്ടി ഗ്യാപ്പ് അറസ്റ്റർ, എക്സ്പ്രഷൻ ടൈപ്പ് അറസ്റ്റർ, വാൾവ് ടൈപ്പ് ലൈറ്റ്നിങ് അറസ്റ്റർ.